സർക്കാർ ആശുപത്രിയുടെ നീളൻ വരാന്തയിൽ ഉച്ചവെയിൽ തളം കെട്ടി നിന്നിരുന്നു. ഫീനോളിന്റെയും പഴകിയ മരുന്നുകളുടെയും രൂക്ഷഗന്ധം അവിടെയുള്ള ഓരോ ശ്വാസത്തിലും കലർന്നിരുന്നു. വരാന്തയിലുള്ള സിമന്റ് ബെഞ്ചുകളിൽ പലരും തളർന്നുറങ്ങുന്നുണ്ടെങ്കിലും മാധവന് മാത്രം ഇരിക്കാൻ കഴിഞ്ഞില്ല. അയാൾ അസ്വസ്ഥനായി. ഒരു കൂട്ടിലടച്ച മൃഗത്തെപ്പോലെ ലേബർ റൂമിനു മുന്നിലൂടെ ഉലാത്തുകയായിരുന്നു. അയാളുടെ മുഷിഞ്ഞ ഷർട്ടിൽ വിയർപ്പുപാടുകൾ പടർന്നിരുന്നു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പുതുള്ളികൾ അയാൾ കൈവിരലുകൾ കൊണ്ട് അമർത്തി തുടച്ചു. ഉള്ളിൽ ഒരേയൊരു പ്രാർത്ഥന മാത്രം, ഇത്തവണയെങ്കിലും അതൊരു ആൺകുട്ടിയായിരിക്കണം. 5 പെണ്ണുങ്ങൾ. അയാൾ പിറുപിറുത്തു. ആ ചിന്ത തന്നെ അയാളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതായിരുന്നു. നാട്ടുകാരുടെ പരിഹാസച്ചിരികൾ അയാളുടെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. മാധവന് പെൺപിറന്നോൻ എന്നാണല്ലോ വിളിപ്പേര് എന്ന് ചായക്കടയിൽ വെച്ച് കേട്ട വാക്കുകൾ അയാളുടെ നെഞ്ചിൽ തറച്ചു. തന്റെ വംശം നിലനിർത്താൻ, വയസ്സുകാലത്ത് തനിക്കൊരു താങ്ങാവാൻ ഒരാൺതരി. അതില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന് എന്തർത്ഥം? ഈശ്വരാ, ഇനി പെണ്ണായാൽ ഞാൻ സഹിക്കില്ല, എനിക്കതിന് വയ്യ. അയാൾ പല്ലിറുമി. ഓരോ തവണ ലേബർ റൂമിന്റെ വാതിൽ തുറക്കുമ്പോഴും അയാൾ ഞെട്ടിത്തെറിച്ചു. സമയം കടന്നുപോകാൻ വല്ലാത്തൊരു മടിയുള്ളതുപോലെ തോന്നി. പെട്ടെന്ന് ലേബർ റൂമിന്റെ വാതിൽ തുറന്നു. പച്ച ഗൗൺ ധരിച്ച, മുഖത്ത് ക്ഷീണം നിഴലിക്കുന്ന ഒരു നഴ്സ് പുറത്തേക്ക് വന്നു. മാധവൻ ഓടിച്ചെന്നു. അയാളുടെ ഹൃദയം പടപടായി ഇടിക്കുന്നുണ്ടായിരുന്നു. എന്താ സിസ്റ്റർ, എന്റെ ഭാര്യ പ്രസവം കഴിഞ്ഞോ? ആകാംക്ഷയാൽ അയാളുടെ ശബ്ദം വിറച്ചു. നഴ്സ് മാസ്ക് താഴ്ത്തി നിർവികാരമായി പറഞ്ഞു, സുഖപ്രസവമാണ്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ആണാണോ സിസ്റ്റർ? മാധവന്റെ കണ്ണുകളിൽ 1000 പ്രതീക്ഷയുടെ തിരികൾ തെളിഞ്ഞു. അയാൾ ശ്വാസമടക്കി പിടിച്ചു. നേഴ്സ് ഒന്നും മടിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, അല്ല, പെൺകുട്ടിയാണ്, നല്ല ഓമനത്തമുള്ള കുഞ്ഞ്. ആ നിമിഷം മാധവന്റെ ലോകം നിശ്ചലമായി. പ്രതീക്ഷയുടെ തിരികൾ ഓരോന്നായി അണഞ്ഞു. പകരം കറുത്ത പുക പോലൊരു ദേഷ്യം അയാളുടെ ഉള്ളിൽ ഇരച്ചുകയറി. ചെവികളിൽ മൂളലനുഭവപ്പെട്ടു. പെണ്ണോ? അയാൾക്ക് വിശ്വസിക്കാനായില്ല. വീണ്ടും പെണ്ണോ? അയാളുടെ മുഖം കറുത്തുവാടി. കണ്ണിമകളിൽ ദേഷ്യം ജ്വലിച്ചു. നിയന്ത്രണം വിട്ടയാൾ ലേബർ റൂമിന്റെ വാതിലിൽ ആഞ്ഞടിച്ചു. ശബ്ദം കേട്ട് വരാന്തയിലുണ്ടായിരുന്നവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ശപിക്കപ്പെട്ടവൾ, അവൾ എനിക്ക് വേണ്ട! അയാൾ അവിടെ നിന്നവരെയെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ആക്രോശിച്ചു. 5 എണ്ണത്തിനെ തീറ്റിപ്പോറ്റാൻ തന്നെ ഞാൻ പാടുപെടുന്നു. ഇനി ഒരെണ്ണത്തിനെ കൂടി എന്റെ തലയിൽ കെട്ടിവെക്കാനോ? എനിക്ക് വയ്യ. മാധവ, ഒന്ന് പതുക്കെ! ആരോ സമാധാനിപ്പിക്കാൻ വന്നു. മാറങ്ങോട്ട്! അയാൾ അലറി. എന്റെ വിധി, എന്റെ മാത്രം ശാപം! അയാൾ ഭ്രാന്തനെ പോലെ തലയിൽ കൈവച്ചു. ആ വരാന്തയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അയാളുടെ വെറുപ്പ് നിറഞ്ഞ വാക്കുകൾ മുഴങ്ങി. അതൊരച്ഛന്റെ വാക്കുകളായിരുന്നില്ല, സ്വാർത്ഥതയുടെ ആൾരൂപത്തിൻ്റെതായിരുന്നു. വാർഡിലെ ഇരുമ്പുകട്ടിലിൽ പ്രസവക്ഷീണത്തിൽ തളർന്നു കിടക്കുകയായിരുന്നു ലക്ഷ്മി. ചുറ്റുമുള്ള ബെഞ്ചുകളിൽ മറ്റമ്മമാർ കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്നതിൻ്റെയും ബന്ധുക്കൾ സന്തോഷം പങ്കിടുന്നതിൻ്റെയും ശബ്ദങ്ങൾ കേൾക്കാം. എന്നാൽ ലക്ഷ്മിയുടെ കട്ടിലിനു ചുറ്റും മാത്രം ഒരു മൂകത തളം കെട്ടി നിന്നിരുന്നു. അരികിൽ വെളുത്ത തുണിയിൽ പൊതിഞ്ഞ 6ാമത്തെ കുഞ്ഞ് ഒന്നും അറിയാതെ ഉറങ്ങുന്നു. വാതിലിനരികിൽ നിഴലനങ്ങിയപ്പോൾ ലക്ഷ്മി തലചരിച്ചു. മാധവൻ. അയാളുടെ കണ്ണുകളിൽ നേർത്തൊരു പ്രകാശം മിന്നി. ദേഷ്യമുണ്ടെങ്കിലും കുഞ്ഞിനെ കാണുമ്പോൾ ആ മനസ്സ് മാറുമെന്ന് അവൾ വെറുതെ ആശിച്ചു. പക്ഷേ മാധവൻ അടുത്തു വന്നപ്പോൾ ആ പ്രതീക്ഷ അസ്ഥാനത്താണെന്നവൾക്ക് മനസ്സിലായി. അയാളുടെ മുഖം കാർമേഘം പോലെ ഇരുണ്ടിരുന്നു. കണ്ണുകളിൽ വാത്സല്യമില്ല, വെറും വെറുപ്പ് മാത്രം. മാധവേട്ട! ലക്ഷ്മി ക്ഷീണിച്ച സ്വരത്തിൽ വിളിച്ചു. അവൾ വിറയ്ക്കുന്ന കൈകളാൽ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചു. നോക്ക്, നമ്മുടെ കുഞ്ഞ നല്ല ഭംഗിയാ കാണാൻ. മാധവൻ ആ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അയാളുടെ നോട്ടം ലക്ഷ്മിയുടെ മുഖത്ത് തറച്ചു നിൽക്കുകയായിരുന്നു. എനിക്ക് കാണേണ്ട അതിനെ, അയാൾ അറപ്പോടെ പറഞ്ഞു. ഇനി പെണ്ണുങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. ലക്ഷ്മിയുടെ നെഞ്ചിൽ ആരോ ആഞ്ഞടിച്ചതുപോലെ തോന്നി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് നമ്മുടെ ചോരയല്ലേ? എന്റെ ചോരയല്ല, എന്റെ ശാപമാണ്, അയാൾ ഒച്ചയെടുത്തു. വാർഡിലെ മറ്റ് സംസാരങ്ങൾ നിലച്ചു. എല്ലാവരും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതൊന്നും കാര്യമാക്കാതെ മാധവൻ തുടർന്നു. 5 എണ്ണത്തിനെ പോറ്റാൻ ഞാൻ പെടുന്ന പാടെനിക്കേ അറിയൂ. അതിന്റെ കൂടെ ഒരെണ്ണത്തിനെ കൂടി. എനിക്ക് വയ്യ ലക്ഷ്മി, എന്റെ നടുവൊടിഞ്ഞു. ഇനി ഈ പെണ്ണുങ്ങളെയും ചുമന്നുകൊണ്ട് ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. അപ്പോ ഏട്ടനെന്താ പറഞ്ഞു വരുന്നത്? ലക്ഷ്മിയുടെ തൊണ്ടയിടറി. മാധവൻ ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ കല്ലുപോലൊരു തീരുമാനം അയാൾ അറിയിച്ചു. ഞാൻ പോകുകയാണ്, എന്നേക്കുമായി. ആൺതരിയില്ലാത്ത,
ഭാവിയില്ലാത്ത ഈ നരകത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ പോകുന്നു. ലക്ഷ്മി ഞെട്ടി വിറച്ചുപോയി. പ്രസവവേദനയേക്കാൾ വലിയൊരു വേദന അവളുടെ ഉദരത്തിൽ നിന്ന് നെഞ്ചിലേക്ക് ഇരച്ചുകയറി. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഏട്ടാ, എന്താ ഈ പറയുന്നത്? ഞങ്ങളെ ഉപേക്ഷിക്കുകയാണെന്നോ? ഈ പിഞ്ചു കുഞ്ഞിനെയോ? അവൾ കരഞ്ഞു വിളിച്ചു. ഞങ്ങളെ അനാഥരാക്കല്ലേ മാധവേട്ടാ, ഞങ്ങൾ എങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയണ്ട. നീ നിന്റെ പെണ്ണുങ്ങളെയും കൊണ്ട് എന്തു വേണമെങ്കിലും ചെയ്തോ, ഭിക്ഷയെടുക്കുകയോ ചാകുകയോ ചെയ്തോ. എനിക്കിനി വയ്യ. അയാൾ തിരിഞ്ഞു നടന്നു. ലക്ഷ്മി തന്റെ കൈ നീട്ടി അയാളുടെ ഷർട്ടിൽ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിരലുകൾ വായുവിൽ തങ്ങി. പോകല്ലേ, പോകല്ലേ! അവളുടെ നിലവിളി വാർഡന്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. മാധവൻ തിരിഞ്ഞു നോക്കിയില്ല. കാരുണ്യത്തിന്റെ ഒരംശം പോലും ആ നടത്തത്തിലുണ്ടായിരുന്നില്ല. അയാൾ വാതിൽ കടന്നുപോയതും തൊട്ടരികിൽ കിടന്ന കുഞ്ഞുറങ്ങുമുണർന്ന് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ലക്ഷ്മി തളർന്ന് തലയിണയിലേക്ക് വീണു. പുറത്തു മാധവന്റെ കാലൊച്ചകൾ അകലുന്നത് അവൾ കേട്ടു. അതോടൊപ്പം അകലുന്നത് തങ്ങളുടെ ജീവിതം കൂടിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മാധവൻ പടിയിറങ്ങിപ്പോയിട്ട് ആഴ്ചകളായി. തിരിച്ചുവരുമെന്ന പ്രതീക്ഷ ലക്ഷ്മിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ദേഷ്യം മാറുമ്പോൾ, മക്കളെ ഓർക്കുമ്പോൾ അയാൾ മടങ്ങിവരുമെന്ന് അവൾ വെറുതെ മോഹിച്ചു. എന്നാൽ ഒരു ദിവസം അങ്ങാടിയിൽ പോയി വന്ന അയൽവക്കത്തിൽ ജാനകിയെടത്തി ആ വാർത്തയുമായാണ് വന്നത്. ആ വാർത്ത തന്റെ പ്രതീക്ഷയുടെ അവസാനത്തെ നാളവും കെടുത്തിക്കളഞ്ഞു. ലക്ഷ്മി, നീ അറിഞ്ഞോ? മാധവൻ വേറെ കല്യാണം കഴിച്ചത്രേ. അപ്പുറത്ത് പഞ്ചായത്തിലുള്ളൊരു വിധവയെ. അവർക്ക് 10 വയസ്സായ 2 ആൺമക്കളുണ്ട്. ഇനിയെങ്കിലും എനിക്ക് ആൺമക്കളുടെ അച്ഛനാവാലോ എന്ന് അയാൾ നാട്ടുകാരോട് വീമ്പുളക്കുന്നത് ഞാൻ കേട്ടു. അവർ കൂട്ടിച്ചേർത്തു. ലക്ഷ്മി തറയിലിരുന്നുപോയി. നെഞ്ചിലൊരു വലിയ കല്ല് കയറ്റിവെച്ച ഭാരം. കണ്ണുനീരുപോലും വന്നില്ല. തന്റെ ഭർത്താവ്, മക്കളുടെ അച്ഛൻ, മറ്റൊരാളുടെ മക്കളെ സ്വന്തം മക്കളായി ഏറ്റെടുത്തിരിക്കുന്നു. സ്വന്തം ചോരയിൽ പിറന്ന 6 കുഞ്ഞുങ്ങളെയും തെരുവിൽ ഉപേക്ഷിച്ചിട്ട്. ആ രാത്രി ലക്ഷ്മിയുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞില്ല. അരിപ്പാത്രത്തിന്റെ അടിത്തട്ട് കാണാമായിരുന്നു. വിശന്നു കരയുന്ന ഇളിയ കുഞ്ഞുങ്ങളെ വെള്ളം കുടിപ്പിച്ച് അവൾ ഉറക്കി. ദിവസങ്ങൾ കടന്നുപോയി. പട്ടിണി ആ വീടിനെ വരിഞ്ഞു മുറുക്കി. പുറത്തിറങ്ങിയാൽ നാട്ടുകാരുടെ കുത്തുവാക്കുകൾ. ആൺതരിയില്ലാത്ത വീട്, അതൊരു ശാപം തന്നെയാണ്, വഴിയിൽ വെച്ച് ആരോ പറയുന്നത് അവൾ കേട്ടു. 6 പെൺകുട്ടികളെ എങ്ങനെ വളർത്തും? അവർ വഴിവഴിച്ചു പോകാതിരുന്നാൽ മതിയായിരുന്നു. മറ്റു ചിലരുടെ ഉപദേശം. സഹായത്തിന് ആരുമില്ല. പണം ചോദിക്കാൻ ചെല്ലുമ്പോൾ വാതിൽ കൊട്ടിയടയ്ക്കുന്നവർ. ലക്ഷ്മിയുടെ മനസ്സ് മെല്ലെ ഇരുട്ടിലേക്ക് വഴുതി വീഴുകയായിരുന്നു. ഒരു മഴയുള്ള രാത്രി. പുറത്തിടിമുഴക്കം. വീടിന്റെ മേൽക്കൂരയിലൂടെ മഴവെള്ളം അകത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ലക്ഷ്മി ഉമ്മരത്തിരുട്ടിൽ തനിച്ചിരുന്നു. മുറ്റത്തെ കിണറ്റിലേക്ക് അവൾ നോക്കി. ആ കിണറ്റിന് വല്ലാത്തൊരാഴമുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്തിനാ ജീവിക്കുന്നത്? ആർക്കുവേണ്ടി? ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലോ? ആ ചിന്ത ഒരു നിമിഷം അവളെ കീഴടക്കി. മക്കളെ എല്ലാവരെയും കൂട്ടി ആ കിണറ്റിലേക്ക്. അതോടെ എല്ലാം തീരും. പട്ടിണിയില്ല, പരിഹാസമില്ല. അവൾ പതുക്കെ എഴുന്നേറ്റു. മഴയത്ത് മുറ്റത്തേക്കിറങ്ങി. കിണറ്റിനടുത്തേക്ക് നടക്കുമ്പോൾ അകത്തുനിന്നൊരു കരച്ചിൽ വേട്ടു. ഇളയ കുഞ്ഞാണ്. വിശന്ന് കരയുകയാണ്. ആ കരച്ചിൽ ലക്ഷ്മിയുടെ ഹൃദയത്തിൽ ഒരു സൂചി പോലെ തറച്ചു. അവൾ നിന്നു. തിരിഞ്ഞു നോക്കി. ഓലമേഞ്ഞ ആ കൊച്ചു വീടിനുള്ളിൽ കീറിയ പായയിൽ കിടന്നുറങ്ങുന്ന 5 പെൺകുട്ടികൾ. തൊട്ടിലിൽ കിടഞ്ഞു കരയുന്ന കൈക്കുഞ്ഞ്. അമ്മേ എന്നുറക്കത്തിൽ മൂത്തമകൾ പാർവതി വിളിച്ചു. ആ വിളിയിൽ ലക്ഷ്മിയുടെ ഉള്ളിലെ ഇരുട്ട് മാഞ്ഞുപോയി. അവൾ ഓടി വീടിനകത്തേക്ക് കയറി. കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ഇല്ല, ഞാൻ തോൽക്കില്ല. എന്റെ മക്കളെ ഞാൻ കൊല്ലില്ല, അവൾ കുഞ്ഞിന്റെ നെറുകിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. നിങ്ങളെ ആർക്കു മുന്നിലും തോൽക്കാത്തവരായി ഞാൻ വളർത്തും. ആൺമക്കളില്ലാത്തതിന്റെ പേരിൽ എന്നെ ഉപേക്ഷിച്ചവർക്ക് മുന്നിൽ പെൺമക്കളെക്കൊണ്ട് ഞാൻ ജയിച്ചു കാണിക്കും. ആ രാത്രിയിലെ കണ്ണുനീരിന് ഉപ്പിന്റെ രുചിയായിരുന്നില്ല, മറിച്ച് തീയുടെ ചൂടായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. വിധി തകർക്കാൻ ശ്രമിച്ച ആ വീട്ടിലേക്ക് ഒടുവിൽ പ്രതീക്ഷയുടെ ഒരു വെളിച്ചം കടന്നുവന്നു. ഒരു ഉച്ചനേരത്ത് ഉമ്മരത്തെ ദ്രവിച്ച തൂണിൻ ചാരിയിരുന്നു ശൂന്യതയിലേക്ക് നോക്കുകയായിരുന്നു ലക്ഷ്മി. മക്കൾ വിശന്ന് സഹിക്കാനാവാതെ തളർന്നുറങ്ങുന്നു. പെട്ടെന്നാണ് മുറ്റത്തുണങ്ങിയ ഇലകൾ ഞെരിയുന്ന ശബ്ദം കേട്ടത്. ലക്ഷ്മി തലയുടർത്തി നോക്കി. ഗേറ്റ് കടന്ന ഒരാൾ വരുന്നു. നരച്ച മുടിയും ചുളിവുകൾ വീണ മുഖവും തളർന്ന നടത്തവും. കയ്യിലൊരു പഴയ തുണിസഞ്ചി. അച്ഛാ! ലക്ഷ്മി അവിശ്വസനീയതയോടെ എഴുന്നേറ്റു. അത് അച്യുതനായിരുന്നു, അവളുടെ അച്ഛൻ. അച്യുതൻ നടന്നുകയറി ഉമ്മറത്തെത്തി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വീടിന്റെ ശോച്യാവസ്ഥയും മകളുടെ കോലവും ഒപ്പിയെടുത്തു. ആ കണ്ണുകളിൽ സങ്കടത്തേക്കാൾ കൂടുതൽ കോപമായിരുന്നു തിളങ്ങിയത്. നീ കരയുകയാണോ ലക്ഷ്മി? അദ്ദേഹം ചോദിച്ചു. ശബ്ദത്തിന് ഗാംഭീര്യമുണ്ടായിരുന്നു. ലക്ഷ്മി ഓടിച്ചെന്ന അച്ഛന്റെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. എനിക്ക് വയ്യച്ഛാ, മാധവേട്ടൻ ഞങ്ങളെ ഉപേക്ഷിച്ചു. മക്കൾക്ക് കൊടുക്കാൻ ഒരു വറ്റില്ല. ഞാൻ മരിച്ചാൽ മതിയായിരുന്നു. അച്യുതൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മരിക്കാനോ?
ആർക്കുവേണ്ടി? നിന്നെയും മക്കളെയും ഉപേക്ഷിച്ചു പോയ ആ നീചന് സന്തോഷിക്കാനോ? അദ്ദേഹം കഠിനമായി ചോദിച്ചു. കണ്ണീർ ദുർബലരുടെ ആയുധമാണ് മോളെ. നിനക്ക് 6 മക്കളുണ്ട്. അവർക്ക് നീയാണ് അച്ഛനും അമ്മയും. നീ തളർന്നാൽ അവർ അനാഥരാകും. അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചി തുറന്ന് കുറച്ച് അരിയും പല വ്യഞ്ജനങ്ങളും എടുത്തുവെച്ചു. ആദ്യം മക്കൾക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്ക്. കുട്ടികൾ ചോറ് തിന്നുമ്പോൾ അച്യുതൻ ലക്ഷ്മിയെ അരികിലേക്ക് വിളിച്ചു. നോക്ക്, എനിക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ലെന്ന് നിനക്കറിയാം. പക്ഷേ എന്റെ മകൾ ആരുടെയും മുന്നിൽ കൈനീട്ടുന്നത് കാണാൻ എനിക്ക് വയ്യ. അദ്ദേഹം പുറത്തു നിർത്തിയിട്ടിരുന്ന ഒരു റിക്ഷക്കാരനെ വിളിച്ചു. അയാൾ ഒരു വലിയ സാധനം ചുമന്ന് ഉമ്മറത്തു കൊണ്ടുവന്നു വെച്ചു. ഒരു തയ്യൽ മെഷീനായിരുന്നു അത്. പഴയതാണെങ്കിലും മിനുക്കിയെടുത്ത ബലമുള്ള ഒന്ന്. ലക്ഷ്മി അത്ഭുതത്തോടെ അതിൽ തൊട്ടുനോക്കി. ഇതാണ് നിന്റെ ആയുധം, അച്യുതൻ പറഞ്ഞു. ഇതുകൊണ്ട് നീ നിന്റെ മക്കളുടെ ഭാവി തുന്നിച്ചേർക്കണം. പെണ്ണാരുടെയും ബാധ്യതയല്ല, അവൾ ശക്തിയാണ്. നീ ജീവിച്ചു കാണിക്കണം. മാധവനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല, നിന്റെ മക്കളെ ജയിപ്പിക്കാൻ വേണ്ടി. അച്ഛന്റെ വാക്കുകൾ ലക്ഷ്മിയുടെ സിരകളിൽ പുതിയൊരു ഊർജം നിറച്ചു. അവൾ ആ മെഷീന്റെ ചക്രത്തിൽ കൈവച്ചു. അത് വെറുമൊരു യന്ത്രമായിരുന്നില്ല, അവളുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഒരു ചക്രമായിരുന്നു അത്. ഞാൻ ജീവിക്കും അച്ഛാ, അവൾ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞു. അവളുടെ കണ്ണിലെ കണ്ണീർ ഉണങ്ങിയിരുന്നു. അവിടെ പുതിയൊരു തീപ്പൊരി ആളിക്കെത്താൻ തുടങ്ങി. ആ പഴയ വീടിന്റെ താളം ആ തയ്യൽ മെഷീന്റെ കിർ കിർ എന്ന ശബ്ദമായി മാറി. പുലർച്ചെ കോഴി കൂവുന്നതിനു മുൻപേ ആ ശബ്ദം തുടങ്ങും. പാതിരാത്രിയിലെ ചീവീണ്ടുകളുടെ കരച്ചിൽ നിലയ്ക്കുന്നതുവരെ അത് തുടരും. ലക്ഷ്മിയുടെ കാലുകൾക്ക് വിശ്രമമില്ലായിരുന്നു. ആ ചക്രം കറങ്ങുമ്പോഴാണ് തന്റെ മക്കളുടെ വയറ് നിറയുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. തുടക്കത്തിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. ഗ്രാമത്തിലെ സ്ത്രീകൾ ആദ്യം സംശയത്തോടെയാണ് തുണികൾ നൽകിയത്. മാധവൻ ഉപേക്ഷിച്ച പെണ്ണല്ലേ, ഇവൾക്ക് തുന്നാനൊക്കെ അറിയോ എന്നടക്കം പറച്ചിലുകൾ. ആദ്യമൊക്കെ കീറിയ ഉടുപ്പുകൾ തുന്നാനും പാവാടകൾ കരികടിക്കാനും മാത്രമാണ് ആളുകൾ വന്നത്. കിട്ടുന്നതാകട്ടെ തുച്ഛമായ നാണയത്തൊട്ടുകൾ. പക്ഷെ ലക്ഷ്മിക്ക് പരാതിയില്ലായിരുന്നു. ഓരോ നാണയവും അവൾക്ക് പൊന്നുപോലെ വിലപ്പെട്ടതായിരുന്നു. പകൽ മുഴുവൻ തയ്യൽ മെഷീനു മുന്നിൽ കുനിഞ്ഞിരുന്ന് ലക്ഷ്മിയുടെ നടുവേദന കൊണ്ട് പുളഞ്ഞു. സൂചി പലവട്ടം വിരലിൽ കുത്തിക്കയറി ചോര പൊടിഞ്ഞു. അപ്പോഴൊക്കെ അവൾ വിരൽ വായിലിട്ട് നുണഞ്ഞ് വേദന കടിച്ചമർത്തി വീണ്ടും ചക്രം കറക്കി. കണ്ണുകൾ പുകയുമ്പോഴും അവൾ നിർത്തിയില്ല. രാത്രിയായിരുന്നു ആ വീട്ടിന്റെ ഏറ്റവും മനോഹരമായ സമയം. മണ്ണെണ്ണ വിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ തയ്യൽ മെഷീന്റെ ഒരു വശത്ത് ലക്ഷ്മി ജോലി ചെയ്യുമ്പോൾ മറുവശത്ത് പായ വിരിച്ച് മക്കൾ പഠിക്കുന്നുണ്ടാകും. അമ്മേ, ഈ കണക്കെനിക്ക് മനസ്സിലാവണില്ല, നന്ദനെ വിളിച്ചു പറഞ്ഞാലും തയ്യൽ നിർത്താതെ ലക്ഷ്മി അത് പറഞ്ഞുകൊടുക്കും. ഒരേ സമയം അധ്യാപികയും തൊഴിലാളിയും അമ്മയുമായി അവൾ മാറി. ദാരിദ്ര്യം ആ കുട്ടികളെയും വേഗത്തിൽ മുതിർന്നവരാക്കി. മൂത്തവൾ പാർവതി സ്കൂൾ വിട്ടു വന്നാൽ പിന്നെ അടുക്കളയിലായിരിക്കും. കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കി അവൾ ഇളയവർക്ക് വിളമ്പിക്കൊടുത്തു. രണ്ടാമത്തവൾ പ്രിയയ്ക്ക് അമ്മയുടെ ജോലിയോടായിരുന്നു താൽപ്പര്യം. അവൾ അടുത്തുകൂടി. അമ്മേ, ഞാൻ ഹുക്ക് വെച്ച് തരക്കെ, അവൾ ചോദിക്കും. ലക്ഷ്മി ചിരിച്ചുകൊണ്ട് സമ്മതിക്കും. പ്രിയയുടെ കുഞ്ഞു കൈകൾ വേഗത്തിൽ ഹുക്കുകൾ തുന്നിപ്പിടിപ്പിക്കുന്നത് കണ്ട് ലക്ഷ്മി അത്ഭുതപ്പെട്ടു. ഇതിൽ നിനക്ക് ഭാവിയുണ്ട് മോളെ, ലക്ഷ്മി അവളുടെ തലയിൽ തലോടി. ഒരു ദിവസം അയൽപക്കത്തെ ധനികയായ തറവാട്ടിലെ ഒരു സ്ത്രീ ബ്ലൗസ് തുന്നിക്കാൻ വന്നു. ലക്ഷ്മി അത് അതിമനോഹരമായി തുന്നിക്കൊടുത്തു. അത് കണ്ടിഷ്ടപ്പെട്ട അവർ കുറച്ചു കൂടുതൽ പണം നൽകാൻ ശ്രമിച്ചു. ഇത് വെച്ചോ, നിനക്ക് കഷ്ടപ്പാടല്ലേ, അവർ പറഞ്ഞു. ലക്ഷ്മി അത് സ്നേഹത്തോടെ നിരസിച്ചു. വേണ്ട ചേച്ചി, എന്റെ കൂലി മാത്രം മതി. സഹതാപത്തിന്റെ പണം കൊണ്ട് എന്റെ മക്കൾ വളരണ്ട, അവർ അധ്വാനത്തിന്റെ വിലയറിഞ്ഞു വളരട്ടെ. ആ മറുപടി ആ സ്ത്രീയിൽ ബഹുമാനമുണ്ടാക്കി. ആ ഒറ്റമുറി വീട്ടിലെ ദാരിദ്ര്യത്തിലും അവർക്കിടയിൽ തുന്നിച്ചേർക്കപ്പെട്ടത് സ്നേഹത്തിന്റെ വറ്റാത്ത നൂലുകളായിരുന്നു. പുറത്ത് മഴ പെയ്യുമ്പോഴും ആ ഉള്ളിൽ അവർ പരസ്പരം പകർന്നു നൽകിയ ചൂട് അവരെ അതിജീവിക്കാൻ പ്രേരിപ്പിച്ചു. കാലം ഒരു നടി പോലെ ഒഴുകി. അതിൽ ലക്ഷ്മിയുടെ കണ്ണീരും വിയർപ്പും അലിഞ്ഞു ചേർന്നു. പെൺകുട്ടികൾ വളർന്നു. ലക്ഷ്മിയുടെ ആ കൊച്ചു വീടിപ്പോൾ വെറുമൊരു വീടല്ല, സ്വപ്നങ്ങളുടെ ഒരു പണിപ്പുര കൂടിയായിരുന്നു. ഓരോ മക്കളിലും ദൈവം ഓരോ കഴിവുകൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ടെന്ന് ലക്ഷ്മി തിരിച്ചറിഞ്ഞു. പാർവതിക്ക് കൈപുണ്യം ജന്മസിദ്ധമായിരുന്നു. അവൾ അടുക്കളയിൽ കയറിയാൽ പിന്നെ ആ പരിസരം മുഴുവൻ രുചിയുടെ ഗന്ധം നിറയും. അവൾ വെറുതെ ഒരു കടുക് വറുത്താൽ പോലും അതിന് പ്രത്യേക സ്വാദാണ്. അമ്മേ, നമ്മുടെ പറമ്പിലെ മാങ്ങ വെറുതെ കളയണ്ട, ഞാൻ അച്ചാറിടാം, പാർവതി പറഞ്ഞു. അവൾ ഉണ്ടാക്കിയ മാങ്ങാ അച്ചാറും കടുകുമാങ്ങയും ലക്ഷ്മി അയൽവീടുകളിൽ കൊടുത്തു. കഴിച്ചവർക്കെല്ലാം നാവിലൂർന്ന രുചി. പാർവതിയുടെ അച്ചാറുണ്ടെങ്കിൽ പിന്നെ വേറെ കറി വേണ്ട എന്ന് നാട്ടുകാർ പറയാൻ തുടങ്ങി. വൈകാതെ തന്നെ ഗ്രാമത്തിലെ ചെറിയ പലചരക്ക് കടകളിൽ നിന്ന് ഓർഡറുകൾ വന്നു തുടങ്ങി. പാർവതിയുടെ രുചിക്കൂട്ടെന്ന ആ വീട്ടിന്റെ മറ്റൊരു വരുമാനമാർഗമായി. ഇതേ സമയം പ്രിയ തയ്യൽ മെഷീനിൽ വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു. ലക്ഷ്മി സാധാരണ ബ്ലൗസുകൾ തുന്നുമ്പോൾ പ്രിയ അതിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി. പഴയ സാരികൾ വെട്ടി അവൾ മനോഹരമായ ചുരിദാർ ടോപ്പുകളും പാവാടകളും ഉണ്ടാക്കി. അമ്മേ, ഈ പഴയ മോഡലൊന്നും ഇപ്പോൾ ആരും ഇടില്ല,
നമുക്ക് പുതിയ ഡിസൈനുകൾ പിടിക്കണം. പ്രിയ അമ്മയെ തിരുത്തി. അവൾ തുണികളിൽ പൂക്കൾ എംബ്രോയ്ഡറി ചെയ്തു. കഴുത്തിനു ചുറ്റും ഭംഗിയുള്ള ലേസുകൾ വെച്ചു. പ്രിയ തുന്നിയ വസ്ത്രങ്ങളിട്ട് ഗ്രാമത്തിലെ പെൺകുട്ടികൾ നടക്കുന്നത് കണ്ടപ്പോൾ മറ്റമ്മമാരും ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്നു തുടങ്ങി. ലക്ഷ്മിയുടെ മകള് തുന്നിയാൽ നല്ല ചേലാണ് എന്നായി സംസാരം. മീരയും നന്ദനയും പ്രകൃതിയോടായിരുന്നു കൂട്ടുകൂടിയത്. വീടിനു പിന്നിലെ തരിശായി കിടന്ന പറമ്പ് അവർ കിളച്ചൊരുക്കി. അവിടെ വെണ്ടയും പയറും ചീരയും നട്ടുപിടിപ്പിച്ചു. രാവിലെയും വൈകിട്ടും അവർ ചെടികളോട് സംസാരിക്കുന്നത് കാണാം. അവരുടെ ഏറ്റവും വലിയ സ്നേഹം തൊഴുത്തിൽ നിൽക്കുന്ന ലക്ഷ്മി എന്ന പശുവിനോടായിരുന്നു. അവർ അതിനെ കുളിപ്പിച്ചു, പുല്ലുകൊടുത്തു. അത് തിരിച്ചു നൽകിയ പാൽ ആ വീട്ടിലെ പട്ടിണി മാറ്റി. ബാക്കി വരുന്ന പാൽ മീര അടുത്തുള്ള സൊസൈറ്റിയിൽ അളന്നു തുടങ്ങി. ആ വീട്ടിന്റെ മുറ്റത്തിപ്പോഴെപ്പോഴും പച്ചപ്പും ഐശ്വര്യവും നിറഞ്ഞു നിന്നു. സ്കൂളിലും അവർ മോശമായിരുന്നില്ല. ക്ലാസ്സിൽ ഒന്നാമതെത്താൻ അവർക്ക് വാശിയായിരുന്നു. അച്ഛനില്ലാത്ത പിള്ളേരെന്ന് വിളിച്ചവരെക്കൊണ്ട് മിടുക്കരായ മക്കളെന്ന് വിളിപ്പിക്കാൻ അവർ രാപകൽ പഠിച്ചു. ഒരു വൈകുന്നേരം അത്താഴം കഴിക്കുമ്പോൾ ലക്ഷ്മി തന്റെ മക്കളെ നോക്കി. മങ്ങിയ വെളിച്ചത്തിലും അവരുടെ മുഖത്ത് ആത്മവിശ്വാസം തിളങ്ങുന്നുണ്ടായിരുന്നു. പണ്ട് താൻ ഭാരമാണെന്ന് കരുതി കരഞ്ഞ ഈ പെൺകുട്ടികൾ ഇന്ന് ഓരോരുത്തരും ആ വീടിന്റെ തൂണുകളായി മാറിയിരിക്കുന്നു. ആൺമക്കളില്ലെന്ന് പറഞ്ഞെന്നെ കളിയാക്കിയവരിത് കാണണം, ലക്ഷ്മി മനസ്സിൽ പറഞ്ഞു. അവളുടെ കണ്ണിൽ അഭിമാനത്തിന്റെ നനവു പടർന്നു. ആ വീടിപ്പോൾ ഇരുളിലല്ല, 7 സ്ത്രീകളുടെ കരുത്തിൽ പ്രകാശിക്കുകയായിരുന്നു. വർഷങ്ങളുടെ കഠിനാധ്വാനം പൂവണിയുകയായിരുന്നു. പണ്ട് ഓലമേഞ്ഞ ചോർന്നൊലിച്ചിരുന്ന ആ കൊച്ചുവീട് ഇന്നില്ല. അവിടെ വിശാലമായ മുറ്റത്തോടുകൂടിയ ഒരു ഇരുനില വീട് തലയുയർത്തി നിൽക്കുന്നു. വീടിന്റെ ഗേറ്റിൽ വെയിൽ തട്ടുമ്പോൾ തിളങ്ങുന്ന പിച്ചള ബോർഡിൽ എഴുതിയിരുന്നു ലക്ഷ്മിശ്രീ. അത് വെറുമൊരു വീട്ടുപേരായിരുന്നില്ല, 6 സ്ത്രീകളുടെ വിജയത്തിന്റെ മുദ്രയായിരുന്നു. ഗ്രാമത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു വ്യവസായ കേന്ദ്രമായി ആ വീട് മാറിയിരുന്നു. വീടിന്റെ താഴത്തെ നില പ്രിയയുടെ ഡിസൈനർ സ്റ്റുഡിയോയാണ്. ഗ്രാമത്തിലെ സാധാരണക്കാർ മാത്രമല്ല, നഗരങ്ങളിൽ നിന്നുപോലും വിവാഹവസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാൻ ആളുകൾ ലക്ഷ്മിശ്രീ തേടിയെത്തി തുടങ്ങി. തയ്യൽ മെഷീന്റെ എണ്ണം 1 നിന്ന് 10 മാധവനാൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ 10ഓളം സ്ത്രീകൾക്ക് ലക്ഷ്മി അവിടെ ജോലി നൽകി. കരയാൻ സമയമില്ല, നമുക്ക് ജയിക്കണം എന്ന് ലക്ഷ്മി അവരോട് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ പുതിയൊരു വെളിച്ചം തെളിയുമായിരുന്നു. വീടിന്റെ പിൻവശത്തെ വലിയ അടുക്കളയിൽ നിന്നുയരുന്ന സുഗന്ധം ആ പ്രദേശം മുഴുവൻ നിറഞ്ഞു. പാർവതിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മിശ്രീ ഫുഡ്സ് വളരുകയായിരുന്നു. വലിയ ഉരുളികളിൽ അച്ചാറുകളും പലഹാരങ്ങളും തയ്യാറാക്കി ഭംഗിയുള്ള കുപ്പികളിലാക്കി പാക്ക് ചെയ്യുന്നു. വിഷരഹിതമായ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്ന അവരുടെ ടാഗ്ലൈൻ വിപണിയിൽ വലിയ ചലനമുണ്ടാക്കി. ഇത് വെറും കച്ചവടമല്ലാമ്മേ, വിശ്വാസമാണ്, പാർവതി പറയും. സൂപ്പർമാർക്കറ്റുകളിലെ ഷെൽഫുകളിൽ ലക്ഷ്മിശ്രീ എന്ന പേര് സ്ഥാനം പിടിച്ചു. മീലയുടെയും നന്ദനയുടെയും ഫാം ഇന്ന് ഹൈടെക്കാണ്. പശുക്കളുടെ എണ്ണം കൂടി. പാൽ മാത്രമല്ല, തൈരും നെയ്യും അവർ വിറ്റു തുടങ്ങി. ചാണകമുപയോഗിച്ചുള്ള ബയോഗ്യാസ് പ്ലാന്റ് അടുക്കളയിലേക്കുള്ള ഇന്ധനം നൽകി. ഒന്നും പാഴാക്കാതെ പ്രകൃതിയോടിണങ്ങി ജീവിക്കുന്ന അവരുടെ രീതി കൃഷി ഉദ്യോഗസ്ഥരുടെ പോലും പ്രശംസ പിടിച്ചുപറ്റി. ഒരു ദിവസം ഒരു വലിയ ലോറി നിറയെ ലക്ഷ്മിശ്രീ ഉൽപ്പന്നങ്ങൾ കയറ്റി പോകുന്നത് നോക്കി ലക്ഷ്മി ഉമ്മറത്ത് നിന്നു. അവരുടെ നറച്ച മുടിയിഴകൾ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. അയൽവാസിയായ പഴയൊരു സ്ത്രീ വേലിക്കൽ വന്ന് ചോദിച്ചു, ലക്ഷ്മി, ഓർമ്മയുണ്ടോ പണ്ട് ആൺമക്കളില്ലെന്ന് പറഞ്ഞ് കരഞ്ഞാ കാലം? ലക്ഷ്മി ചിരിച്ചു. ആ ചിരിയിൽ ഒരേ സമയം വേദനയും വിജയവും ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ട് ചേച്ചി, അന്ന് ഞാൻ കരഞ്ഞതുകൊണ്ടാണ് ഇന്നെന്റെ മക്കൾ ചിരിക്കുന്നത്. ആൺമക്കൾ തണലാകുമെന്നത് വെറും വിശ്വാസമാണ്. പക്ഷെ പെൺമക്കൾ തണൽ മാത്രമല്ല, തണൽ വിരിക്കുന്ന മരങ്ങൾ കൂടിയാണെന്ന് കാലം തെളിയിച്ചില്ലേ? ആ വീട് ഒരു സാമ്രാജ്യമായിരുന്നു. സ്നേഹം കൊണ്ടും വിയർപ്പുകൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും കെട്ടിപ്പടുത്ത സാമ്രാജ്യം. ലക്ഷ്മി വിജയത്തിന്റെ പടവുകൾ കയറുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം മാധവന്റെ ആൺതരികളുടെ സ്വർഗരാജ്യം പതിയെ നരകമായി മാറുകയായിരുന്നു. അയാൾ പൊന്നുപോലെ കൊണ്ടുനടന്ന രണ്ടാനുമക്കൾ രഘുവും രവിയും ഇപ്പോൾ മുതിർന്ന യുവാക്കളാണ്. പക്ഷെ അവരുടെ വളർച്ച മാധവന് സന്തോഷമല്ല, കണ്ണീരാണ് സമ്മാനിച്ചത്. അമിതലാളനയിൽ വളർന്നവർക്ക് അധ്വാനത്തിന്റെ വില അറിയില്ല. മാധവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം മുഴുവൻ അവർ മദ്യപാനത്തിനും ചൂതാട്ടത്തിനും വേണ്ടി ഒഴുക്കി. എടോ, ഇത് നിങ്ങളുടെ ഭാവിക്കു വേണ്ടി ഞാൻ കരുതിയതാ, മാധവൻ ഒരിക്കൽ പറഞ്ഞു നോക്കി. ഓ, നിർത്തുകിളവാ, നീ നിന്റെ സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് വന്നവനല്ലേ, ഞങ്ങളെ ധർമ്മം പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്നായിരുന്നു രഘുവിന്റെ മറുപടി.
ആ വാക്കുകൾ മാധവന്റെ നെഞ്ചിൽ ഒരു മുള്ളുപോലെ തറച്ചു. സ്വന്തം രക്തത്തെ തള്ളിപ്പറഞ്ഞതിന്റെ കർമ്മഫലം അയാളെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. മാധവൻ വിറ്റുപറക്കി വാങ്ങിച്ച സ്ഥലങ്ങൾ ഓരോന്നായി അവർ വിറ്റു. പുതിയ ബൈക്ക് വാങ്ങാനും കൂട്ടുകാർക്കൊപ്പം അടിച്ചുപൊളിക്കാനും അവർക്ക് പണം വേണ്ടിയിരുന്നു. ചോദ്യം ചെയ്യാൻ ചെന്ന മാധവനെ അവർ പിടിച്ചുതള്ളി. വീടിന്റെ ഉമ്മറത്ത് ഒഴിഞ്ഞ കസേരയിൽ അയാൾ ഒറ്റയ്ക്കിരുന്നു. ഒരു ദിവസം മാധവൻ കുഴഞ്ഞു വീണു. പക്ഷാഘാതമായിരുന്നു. ശരീരത്തിന്റെ ഒരു വശം തളർന്നു. കിടപ്പിലായ മാധവൻ ആ വീട്ടിലൊരധികപ്പറ്റായി മാറി. ഇയാളെക്കൊണ്ട് വലിയ ശല്യമായല്ലോ എന്ന് ഭാര്യ പോലും മുറുമുറുക്കാൻ തുടങ്ങി. പണ്ട് ആൺമക്കൾ വേണം എന്ന് വാശി പിടിച്ച മാധവൻ ഇപ്പോൾ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ആൺമക്കളോട് യാചിക്കുന്ന അവസ്ഥയിലായി. ഒരുച്ചയ്ക്ക് ദാഹം കൊണ്ട് തൊണ്ട വരണ്ട് മാധവൻ വിളിച്ചു, രവി, കുറച്ചു വെള്ളം. മൊബൈലിൽ നോക്കിയിരിക്കുകയായിരുന്ന രവി അത് കേട്ട ഭാവം നടിച്ചില്ല. എടാ, വെള്ളം. മാധവൻ വീണ്ടും കരഞ്ഞു. രവി ദേഷ്യത്തോടെ എഴുന്നേറ്റു വന്നു. ഇയാൾക്ക് ചത്തുകൂടെ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. അവനൊരു ജഗ് വെള്ളം കൊണ്ടുവന്ന് മാധവന്റെ മുഖത്തേക്കൊഴിച്ചു. കുടിച്ചേ. വെള്ളം മുഖത്തുകൂടി ഒഴുകി കിടക്കവിരി നനഞ്ഞു. മാധവൻ നിസ്സഹായനായി കരഞ്ഞു. ആ കണ്ണീരിൽ ഉപ്പല്ല, കുറ്റബോധമായിരുന്നു. ലക്ഷ്മി, അയാൾ അറിയാതെ വിളിച്ചുപോയി. അന്ന് ആശുപത്രി വരാന്തയിൽ വെച്ച് എനിക്ക് ആൺകുട്ടികളെ മതിയെന്നലറിയ തന്റെ ശബ്ദം അയാളുടെ കാതുകളിൽ മുഴങ്ങി. ആൺമക്കൾ തന്നെ ചവിട്ടിമെതിക്കുമ്പോൾ താൻ ഉപേക്ഷിച്ചുപോയ പെൺമക്കൾ എവിടെയായിരിക്കും? അവർ ജീവിച്ചിരിപ്പുണ്ടോ അതോ പട്ടിണി കിടന്ന് മരിച്ചോ? ആ ചിന്തകൾ അയാളെ ഉറക്കം കെടുത്തി. സ്നേഹമില്ലാത്ത, ബഹുമാനമില്ലാത്ത ആ വീട് ഒരു തടവറയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. കർമ്മം അതിന്റെ കണക്കുകൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു. ലക്ഷ്മിയുടെ വീടിന്റെ ഉമ്മറത്ത് ഇപ്പോൾ എന്നും തിരക്കാണ്. ഒരു കാലത്ത് ഒറ്റപ്പെട്ടുപോയ ആ വീട്ടിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ കിളിക്കാമ്പെട്ടി ശബ്ദങ്ങൾ മുഴങ്ങുന്നു. ലക്ഷ്മിയുടെ മക്കൾ ഇപ്പോൾ വെറും പെൺകുട്ടികളല്ല, സ്വന്തം കാലിൽ നിൽക്കുന്ന ശക്തരായ സ്ത്രീകളാണ്. മൂത്ത മകൾ പാർവതിയുടെയും രണ്ടാമത്തെ മകൾ പ്രിയയുടെയും വിവാഹം ഒരേ പന്തലിൽ വെച്ച് നടന്നു. ആർഭാടങ്ങൾ കുറവായിരുന്നു, എന്നാൽ അന്തസ്സിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ വിലപേശാത്ത, പെൺകുട്ടികളുടെ കഴിവുകളെ ബഹുമാനിക്കുന്ന രണ്ട് ചെറുപ്പക്കാരായിരുന്നു വരന്മാർ. മണ്ഡപത്തിൽ വെച്ച് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി തന്റെ മക്കളുടെ കൈപിടിച്ചേൽപ്പിച്ചപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. അത് വെറുമൊരു ചടങ്ങായിരുന്നില്ല, ഒരു സ്ത്രീയുടെ വിജയപ്രഖ്യാപനമായിരുന്നു. മീരയും നന്ദനയും കൃഷിയിലും ബിസിനസ് മാനേജ്മെന്റിലും ബിരുദം നേടി. അവർ ലക്ഷ്മിശ്രീയെ മറ്റൊരു ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്തു. ആ ഗ്രാമത്തിലെ ഏത് പെൺകുട്ടിക്കും പ്രചോദനമായിരുന്നു അവർ. ലക്ഷ്മി ചേച്ചിയുടെ മക്കളെ കണ്ടുപഠിക്കേ എന്ന് അമ്മമാർ സ്വന്തം മക്കളോട് പറയാൻ തുടങ്ങി. ഒരു ദിവസം സംസ്ഥാനത്തെ പ്രമുഖ പത്രത്തിലെ ഒരു ലേഖകൻ ലക്ഷ്മിശ്രീ സന്ദർശിക്കാനെത്തി. ഈ വിജയം, ഇതെങ്ങനെ സാധിച്ചു? അയാൾ ചോദിച്ചു. ലക്ഷ്മി തന്റെ 6 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. ഇതൊന്നും എന്റെ മാത്രം വിജയമല്ല. പെണ്ണായതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ട, തളർത്താൻ ശ്രമിച്ച സമൂഹത്തിന് എന്റെ മക്കൾ നൽകിയ മറുപടിയാണ്. ആൺമക്കളില്ലെങ്കിൽ ജീവിതമില്ല എന്ന് കരുതുന്നവർക്കുള്ള പാഠപുസ്തകമാണ് ഈ വീട്. പിറ്റേന്ന് പത്രത്തിന്റെ ഞായറാഴ്ച പതിപ്പിൽ ഒരു വലിയ ഫീച്ചർ വന്നു. തലക്കെട്ടിതായിരുന്നു: പ്രതിസന്ധികളെ തോൽപ്പിച്ച പെൺകരുത്ത്, ലക്ഷ്മിശ്രീയുടെ വിജയഗാഥ. ആ ഫോട്ടോയിൽ നരച്ച മുടിയുമായി തലയുയർത്തി നിൽക്കുന്ന ലക്ഷ്മിയും അവൾക്ക് ചുറ്റും ചിരിച്ചു നിൽക്കുന്ന 6 പെൺമക്കളുമുണ്ടായിരുന്നു. ഐശ്വര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകം പോലെ ആ ചിത്രം തിളങ്ങി. ആ പത്രം ഗ്രാമത്തിലെ ഓരോ ചായക്കടയിലും വായനശാലയിലും ചർച്ചയായി. പണ്ട് പരിഹസിച്ചവർ പോലും അത് കണ്ട് അത്ഭുതപ്പെട്ടു. മാധവനിതൊക്കെ കാണുന്നുണ്ടാവുമോ ആവോ? ചിലർ രഹസ്യമായി ചോദിച്ചു. ആ ചോദ്യത്തിന് കാലം കരുതിവെച്ച മറുപടി വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. അന്ന് പതിവിലും കൂടുതൽ തിരക്കുള്ള ഒരു ഞായറാഴ്ചയായിരുന്നു. ഗ്രാമത്തിലെ പഴയ ചായക്കടയുടെ മൂലയിലുള്ള ഒരു ബെഞ്ചിൽ തളർന്ന ശരീരവുമായി മാധവനിരുന്നു. അയാളുടെ വസ്ത്രങ്ങൾ നിറം മങ്ങി പലയിടത്തും കീറിയിരുന്നു. മുഖത്ത് വളർന്നു നിൽക്കുന്ന നരച്ച താടിയും കുഴിഞ്ഞ കണ്ണുകളും അയാളുടെ അവശത വിളിച്ചു പറഞ്ഞു. ആരെങ്കിലും ദയ തോന്നി വാങ്ങി നൽകുന്ന ഒരു ഗ്ലാസ് ചായയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു അയാൾ. അടുത്തിരുന്ന ഒരാൾ ചായ കുടിച്ചെഴുന്നേറ്റ് പോയപ്പോൾ അയാൾ ഉപേക്ഷിച്ചു പോയ പത്രം ബെഞ്ചിൽ കിടക്കുന്നത് മാധവൻ കണ്ടു. സമയം കൊല്ലാൻ വേണ്ടി അയാളത് കയ്യിലെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അയാൾ താളുകൾ മറിച്ചു. രാഷ്ട്രീയ വാർത്തകളും പരസ്യങ്ങളും അയാളുടെ കണ്ണിൽ പതിഞ്ഞില്ല. പക്ഷേ പെട്ടെന്നാണ് ആ ചിത്രം അയാളുടെ കണ്ണിലുടക്കിയത്. പത്രത്തിന്റെ ഞായറാഴ്ച പതിപ്പിലെ വലിയൊരു കളർ ഫോട്ടോ. മാധവന്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. അയാൾ പത്രം മുഖത്തോട് അടുപ്പിച്ചു പിടിച്ചു.
ആ ഫോട്ടോയിൽ നടുവിലായിരിക്കുന്ന ആ സ്ത്രീ. നരച്ച മുടിയുണ്ടെങ്കിലും ആ മുഖത്തെ ആത്മവിശ്വാസവും തിളക്കവും, അത് ലക്ഷ്മിയല്ലേ? അതെ, അവന്റെ ലക്ഷ്മി. അവൾക്ക് ചുറ്റും നിൽക്കുന്ന 6 യുവതികൾ. അവർ ഓരോരുത്തരും ഐശ്വര്യത്തിന്റെ പര്യായങ്ങളെപ്പോലെ തോന്നി. പണ്ട് താൻ പാഴ്വസ്തുക്കൾ എന്നും ബാധ്യതയെന്നും വിളിച്ച് ആട്ടിപ്പായിച്ച ആ 6 പെൺകുട്ടികൾ ഇന്നവർ രാജകുമാരിമാരെ പോലെ തിളങ്ങുന്നു. അയാൾ വിറയ്ക്കുന്ന വിരൽ കൊണ്ട് ആ ഫോട്ടോയിൽ തൊട്ടു. തലക്കെട്ട് അയാൾ വായിച്ചു: പ്രതിസന്ധികളെ തോൽപ്പിച്ച പെൺകരുത്ത്, ലക്ഷ്മി ശ്രീയുടെ വിജയഗാഥ. താഴെ അവരുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ. വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന ഭക്ഷണപ്പൊതികൾ, പ്രശസ്തമായ ബുട്ടീക്ക്, ആധുനിക ഫാം. ദൈവമേ, ഇതൊക്കെ എന്റെ മക്കളാണോ? മാധവൻ അറിയാതെ വിളിച്ചുപോയി. തന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവരുടെ വിജയവും തമ്മിലുള്ള ദൂരം അയാളെ ചുട്ടുപൊള്ളിച്ചു. താൻ ആർക്കു വേണ്ടിയാണോ ഇവയെ ഉപേക്ഷിച്ചത്, ആ ആൺമക്കൾ ഇന്ന് തന്നെ ഒരു തെരുവുനായയെപ്പോലെയാണ് കാണുന്നത്. എന്നാൽ താൻ ഉപേക്ഷിച്ചവർ, അവരിന്ന് ആകാശത്തോളം വളർന്നിരിക്കുന്നു. മാധവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പത്രത്താളിലേക്ക് ഇറ്റുവീണു. ആ ഫോട്ടോയിലെ ലക്ഷ്മിയുടെ കണ്ണുകൾ തന്നെ നോക്കി പരിഹസിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. കണ്ടോ മാധവ, നീയില്ലെങ്കിലും ഞങ്ങൾ ജീവിച്ചു എന്നവൾ പറയുന്നതുപോലെ. എന്താ മാധവ കരയുന്നത്? ചായക്കടക്കാരൻ ചോദിച്ചു. മാധവൻ മറുപടി പറഞ്ഞില്ല. അയാൾക്ക് ശബ്ദം പുറത്തു വന്നില്ല. സ്വന്തം വിഡ്ഢിത്തവും അഹങ്കാരവും അയാളുടെ നെഞ്ചിൽ വലിയൊരു ഭാരമായി മാറി. ആൺമക്കൾ വേണമെന്ന് വാശി പിടിച്ച് കയ്യിലുണ്ടായിരുന്ന മാണിക്യങ്ങളെ വലിച്ചെറിഞ്ഞ ഒരു ഭ്രാന്തനായിരുന്നു താനെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ആ പത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അയാൾ അവിടെയിരുന്നു. ആ നിമിഷം അയാളുടെ മനസ്സിൽ ഒരു തീരുമാനം രൂപം കൊണ്ടിരുന്നു. മരിക്കുന്നതിനു മുൻപ് ഒരിക്കലെങ്കിലും അവരെ കാണണം, മാപ്പ് ചോദിക്കണം, കാലിൽ വീഴണം. അതയാളുടെ അവസാനത്തെ ആഗ്രഹമായി മാറി. അടുത്ത ദിവസം പുലർച്ചെ തന്നെ മാധവൻ യാത്ര തിരിച്ചു. കയ്യിൽ കരുതിയ ചെറിയ ഭാണ്ഡത്തിൽ 1-2 മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാത്രം. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ കാലുകൾ വേച്ചു പോകുന്നുണ്ടായിരുന്നു. പക്ഷാഘാതത്തിന്റെ ബാക്കി പത്രമായി ഒരു കാൽ വലിച്ചടിച്ചാണ് അയാൾ നടന്നിരുന്നത്. വഴിയിൽ കണ്ട പലരും അയാളെ തിരിച്ചറിഞ്ഞില്ല. ഒരിക്കൽ തലയുയർത്തി നെഞ്ചും വിരിച്ചു നടന്ന മാധവൻ ഇന്ന് വെറുമൊരു നിഴൽ മാത്രം. ബസ്സിൽ ജനാലക്കരികിലിരുന്ന് അയാൾ പുറത്തേക്ക് നോക്കി. ഓരോ മരങ്ങളും ഓരോ വളവുകളും പഴയ ഓർമ്മകളെ ഉണർത്തുന്നവയായിരുന്നു. പണ്ട് ഇതേ വഴിയിലൂടെയാണ് ഞാൻ ലക്ഷ്മിയെ ഉപേക്ഷിച്ചു പോയത്. അന്ന് എന്റെ മനസ്സിൽ ആൺകുട്ടികളുള്ള പുതിയൊരു ജീവിതത്തിന്റെ സ്വപ്നമായിരുന്നു. ഇന്നോ അതേ വഴിയിലൂടെ തിരിച്ചു പോകുമ്പോൾ കയ്യിൽ ശൂന്യതയും മനസ്സിൽ നിറയെ കുറ്റബോധവും. ബസ് ലക്ഷ്മിയുടെ ഗ്രാമത്തിലേക്കടുത്തു. മാധവന്റെ ഹൃദയമിടിപ്പ് കൂടി. അവൾ തന്നെ സ്വീകരിക്കുമോ അതോ ആട്ടിയോടിക്കുമോ? ആട്ടിയോടിച്ചാലും വേണ്ടില്ല, ഒന്ന് കണ്ടാൽ മാത്രം മതി. ബസ് സ്റ്റോപ്പിലിറങ്ങി അയാൾ നടന്നു. ഉച്ചവെയിൽ കത്തിജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ ചൂടുപോലും അയാളുടെ ഉള്ളിലെ തീയേക്കാൾ കുറവായിരുന്നു. ആ പഴയ വളവ് തിരിഞ്ഞാൽ കാണുന്ന ഓലമേഞ്ഞ കൂര, അതായിരിക്കും ലക്ഷ്മിയുടെ വീട്. അയാൾ കണക്കുകൂട്ടി. പണ്ട് മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന, കാറ്റടിച്ചാൽ വിറയ്ക്കുന്ന ആ ചെറിയ വീട് അയാളുടെ ഓർമ്മയിലുണ്ടായിരുന്നു. മാധവൻ ആ വളവ് തിരിഞ്ഞു. അയാൾ പെട്ടെന്ന് നിന്നുപോയി. അവിടെ ആ പഴയ ഓലപ്പുരയ്ക്ക് സ്ഥാനത്ത് ഇന്ന് ആകാശം മുട്ടെ തലയുയർത്തി നിൽക്കുന്ന ഇരുനില മാളിക. വെള്ള പെയിന്റടിച്ച മനോഹരമായ വീട്, ചുറ്റും പൂന്തോട്ടം, മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ. വീടിന്റെ ഗേറ്റിനു മുകളിൽ പിച്ചളയിൽ കൊത്തിവെച്ച അക്ഷരങ്ങൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. ലക്ഷ്മി ശ്രീ. മാധവൻ അവിശ്വസനീയതയോടെ ആ കാഴ്ച കണ്ടുനിന്നു. ഇതാണോ എന്റെ ലക്ഷ്മിയുടെ വീട്? പെണ്ണുങ്ങൾ മാത്രമുള്ള വീട് നശിച്ചു പോകുമെന്ന് ശപിച്ച എന്റെ വാക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവൾ പടുത്തുയർത്തിയ കൊട്ടാരം. തന്റെ ആൺമക്കൾ വിറ്റുതുലച്ച സ്വത്തുക്കളെക്കാൾ എത്രയോ മടങ്ങ് വലുതാണിത്. അയാൾ ഗേറ്റിനടുത്തേക്ക് ഒരടി വെച്ചു. പക്ഷെ കാലുകൾക്ക് ഭാരം തോന്നി. ആ ഗേറ്റ് കടക്കാൻ തനിക്ക് അർഹതയുണ്ടോ? സ്വന്തം രക്തത്തെ തള്ളിപ്പറഞ്ഞവന് ഈ സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ടോ? ഗേറ്റിനപ്പുറം മനോഹരമായൊരു പൂന്തോട്ടം. അവിടെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ പോലും അയാളെ നോക്കി ചിരിക്കുന്നതുപോലെ തോന്നി. ഉള്ളിൽ നിന്ന് ചിരിയും സംസാരവും കേൾക്കാം. അതൊരു സന്തോഷമുള്ള കുടുംബത്തിന്റെ ശബ്ദമായിരുന്നു. താൻ നഷ്ടപ്പെടുത്തിയ, തനിക്കന്യമായ സന്തോഷം. മാധവൻ ഗേറ്റിന്റെ അഴികളിൽ മുറുകെ പിടിച്ചു. തുരുമ്പിച്ച ഇരുമ്പല്ല, മറിച്ച് തന്റെ പാപങ്ങളുടെ ഭാരമാണ് കൈകളിൽ അനുഭവപ്പെട്ടത്. അയാൾ അവിടെ തളർന്നു നിന്നു. ഒരു ഭിക്ഷാകാരനെ പോലെ. സ്നേഹത്തിനു വേണ്ടി യാചിക്കുന്ന വെറുമൊരു ഭിക്ഷാകാരൻ. വഴിയരികിൽ പൊടിപിടിച്ച ചെരുപ്പുകൾ വലിച്ചിഴച്ച് മാധവൻ ലക്ഷ്മിശ്രീയുടെ വലിയ ഗേറ്റിനു മുന്നിലെത്തി. വെയിൽ ചാഞ്ഞുകിടക്കുന്ന ഉച്ചനേരം. അകത്തെ പൂന്തോട്ടത്തിൽ ചെടികൾ നനയ്ക്കുന്ന ഒരു പെൺകുട്ടിയെ അയാൾ കമ്പിയിഴികൾക്കിടയിലൂടെ കണ്ടു. അത് മീരയായിരുന്നു. വെള്ളയും പച്ചയും കലർന്ന സാരിയുടുത്ത്, മുടി പിന്നിക്കെട്ടി, തുളസിക്കതിർ ചൂടിയ. അവളുടെ മുഖം കണ്ടപ്പോൾ മാധവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ലക്ഷ്മിയുടെ അതേ ഛായ.
പണ്ട് താൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ ലക്ഷ്മിക്ക് ഇതേ മുഖമായിരുന്നു. മാധവൻ വിറയ്ക്കുന്ന കൈകൾ ഗേറ്റിൽ വെച്ചു. അത് മെല്ലെ ശബ്ദത്തോടെ തുറന്നു. ശബ്ദം കേട്ട് മീര തിരിഞ്ഞു നോക്കി. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച താടി നീട്ടി വളർത്തിയ അവശനായ ഒരു വൃദ്ധൻ ഗേറ്റിനു മുന്നിൽ നിൽക്കുന്നു. അവൾ ഹോസിലെ വെള്ളം നിർത്തി അടുത്തു വന്ന് ചോദിച്ചു, ആരെ അന്വേഷിക്കുന്നത്? ശബ്ദത്തിൽ പരുഷതയില്ല, പക്ഷേ അപരിചിതത്വം നിറഞ്ഞിരുന്നു. ഭിക്ഷാകാരാണെങ്കിൽ അപ്പുറത്തെ വഴി പോണം, ഇവിടെ ആണുങ്ങളില്ല. ആ വാക്കുകൾ മാധവന്റെ ഹൃദയത്തിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കി. ഭിക്ഷാകാരൻ. സ്വന്തം ചോരയിൽ പിറന്ന മകൾ അച്ഛനെ വിളിക്കുന്നത് ഭിക്ഷാകാരനെന്ന്. താൻ അർഹിക്കുന്നത് അതുതന്നെയാണെന്ന് അയാൾക്ക് തോന്നി. അയാൾക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. തൊണ്ട വരണ്ടു. മോളെ, അയാൾ കഷ്ടപ്പെട്ട് വിളിച്ചു. ഇത് ഞാനാണ്. ഞാൻ നിന്റെ അച്ഛനെന്ന് പറയാൻ അയാൾക്ക് നാവു പൊങ്ങിയില്ല. ആ പവിത്രമായ വാക്കുപയോഗിക്കാൻ തനിക്കെന്താണ് അധികാരം? ഞാൻ മാധവനാണ്, അയാൾ ഒടുവിൽ പറഞ്ഞു. ആ പേര് കേട്ടതും മീരയുടെ മുഖഭാവം മാറി. അമ്പരപ്പ്, സംശയം, പിന്നെ പതുക്കെ പതുക്കെ വെറുപ്പ്. വികാരങ്ങൾ ആ മുഖത്ത് മാറിമറിഞ്ഞു. മാധവൻ, നിങ്ങൾ? അയാൾ പിന്നോട്ട് മാറി. അപ്പോഴേക്കും വീട്ടിന്റെ ഉമ്മറത്തോരനക്കം കേട്ടു. ആരാ മീരയത്? ആ ശബ്ദം വർഷങ്ങൾക്കിപ്പുറവും അയാൾക്ക് തിരിച്ചറിയാമായിരുന്നു. ലക്ഷ്മി. അകത്തുനിന്ന് ലക്ഷ്മി പടികളിറങ്ങി വന്നു. നരച്ച മുടി, നെറ്റിയിൽ ചന്ദനക്കുറി, പ്രൗഢിയുള്ള മുഖം. അവൾ നടന്നെടുക്കുമ്പോൾ മാധവൻ തലകുനിച്ചു. ആ വ്യക്തിത്വത്തിനു മുന്നിൽ താനൊരു വെറും പുഴുവാണെന്ന് അയാൾക്ക് തോന്നി. ലക്ഷ്മി ഗേറ്റിനടുത്തേക്കെത്തി. മാധവനെ കണ്ടപ്പോൾ അവൾ തറഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിൽ ആദ്യം കണ്ടത് അത്ഭുതമായിരുന്നില്ല, മറിച്ച് തീക്ഷ്ണമായൊരു തിരിച്ചറിവായിരുന്നു. കാലം കണക്ക് ചോദിക്കാൻ വന്നതുപോലെ അവർ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. വീട്ടിന്റെ ഉമ്മറത്തിൽ നിന്ന് ലക്ഷ്മി ഗേറ്റിനടുത്തേക്ക് വരുന്നത് കണ്ട് ഉള്ളിലുള്ള മറ്റു മക്കളും ഓരോരുത്തരായി പുറത്തേക്ക് വന്നു. പാർവതിയും പ്രിയയും നന്ദനയും ഇളയ കുട്ടികളും. എല്ലാവരും ആകാംക്ഷയോടെ ഗേറ്റിനടുത്തേക്ക് നോക്കി നിന്നു. അമ്മേ, ഇതാരാ? പ്രിയ പിന്നിൽ നിന്ന് ചോദിച്ചു. ലക്ഷ്മി മറുപടി പറഞ്ഞില്ല. അവളുടെ കണ്ണുകൾ മാധവന്റെ മുഖത്ത് നിന്ന് മാറിയില്ല. ആ മൗനം അവിടെ കൂടി നിന്നവരിൽ ഭയം നിറച്ചു. മാധവൻ വിറയ്ക്കുന്ന കൈകൾ കൂപ്പി. കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നുണ്ടായിരുന്നു. ലക്ഷ്മി, എന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാണ്, മാധവൻ. ആ പേര് കേട്ടതും മക്കൾ ഞെട്ടിവിറച്ചു. തങ്ങളെ ബാധ്യത എന്നും പാഴ്വസ്തുക്കളെന്നും വിളിച്ച് അമ്മയെ കരയിപ്പിച്ച് ഉപേക്ഷിച്ചുപോയ ആ ക്രൂരനായ മനുഷ്യൻ. അവരുടെ മുഖങ്ങളിൽ അവിശ്വസനീയതയും തൊട്ടുപിന്നാലെ കടുത്ത വെറുപ്പും നിറഞ്ഞു. മാധവൻ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ആരും സ്വാഗതം ചെയ്തില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി ലക്ഷ്മി. അയാൾ പൊട്ടിക്കരഞ്ഞു. ആ വൃദ്ധശരീരം കുലുങ്ങി. ആൺമക്കളാണ് എന്റെ സ്വർഗമെന്ന് ഞാൻ കരുതി. പക്ഷേ അവരെന്നെ നരകത്തിലാക്കി. എന്റെ സ്വത്തുക്കൾ മുഴുവൻ എടുത്തിട്ട് രോഗിയായപ്പോൾ അവരെന്നെ തെരുവിലിറക്കി വിട്ടു. എനിക്ക് പോകാൻ ഒരിടവുമില്ല. അയാൾ തറയിലിരുന്ന് നിലവിളിച്ചു. വിശക്കുന്നു ലക്ഷ്മി. ഒരു തുള്ളി വെള്ളം പോലും തരാതെയാണ് അവരെന്നെ ആട്ടിപ്പായിച്ചത്. മരിക്കുന്നതിനു മുൻപ് നിങ്ങളെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്നോട് ക്ഷമിക്കണം. ആ കാഴ്ച കണ്ട് മക്കൾ പരസ്പരം നോക്കി. അഹങ്കാരത്തിന്റെ പര്യായമായിരുന്ന തങ്ങളുടെ അച്ഛൻ ഇന്ന് സ്വന്തം വീടിന്റെ മുന്നിൽ ഭിക്ഷക്കാരനെപ്പോലെ ഇഴയുന്നു. അവരുടെ മനസ്സിൽ സഹതാപമായിരുന്നില്ല, മറിച്ച് വർഷങ്ങളായി തളം കെട്ടി നിന്ന വെറുപ്പും വിധിയുടെ നീതിവിധിയിലുള്ള അത്ഭുതവുമാണ് തോന്നിയത്. ഇതാണോ നമ്മുടെ അച്ഛൻ? നന്ദനയുടെ ശബ്ദത്തിൽ പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. നമ്മൾ പട്ടിണി കിടന്നപ്പോൾ തിരിഞ്ഞുനോക്കാത്ത ആൾ ഇപ്പോൾ വിശക്കുന്നു എന്നു പറഞ്ഞു വന്നിരിക്കുന്നു, പാർവതി രോഷത്തോടെ പറഞ്ഞു. അവരാരും അയാളെ താങ്ങിയില്ല. മാധവൻ അവിടെ ഒറ്റപ്പെട്ട് തന്റെ കർമ്മഫലത്തിന്റെ ഭാരം താങ്ങാനാവാതെ തേങ്ങിക്കരഞ്ഞു. അവിടെ വീശിയ കാറ്റിനുപോലും വല്ലാത്തൊരു മൂർച്ചയുണ്ടായിരുന്നു. ലക്ഷ്മി സാവധാനം പടികളിറങ്ങി മാധവന്റെ അരികിലെത്തി. അവളുടെ മുഖത്ത് പണ്ട് കണ്ടിരുന്ന ഭയമോ സങ്കടമോ നിസ്സഹായ അവസ്ഥയോ ഉണ്ടായിരുന്നില്ല. പകരം കടലോളം ആഴമുള്ള ശാന്തതയും തീയിനേക്കാൾ ചൂടുള്ള നിശ്ചയദാർഢ്യവും മാത്രം. അവൾ മാധവനെ അടിമുടി ഒന്നു നോക്കി. എഴുന്നേൽക്ക് മാധവ, അവൾ പറഞ്ഞു. ശബ്ദത്തിൽ അധികാരമുണ്ടായിരുന്നു. എന്റെ മക്കളുടെ മുന്നിൽ കിടന്നിറയാൻ താങ്കൾക്ക് അവകാശമില്ല.
മാധവൻ വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. ലക്ഷ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ അയാൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അന്ന് ആശുപത്രി വരാന്തയിൽ വെച്ച് ആറാമതും പെണ്ണാണെന്നറിഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മയുണ്ടോ? ശപിക്കപ്പെട്ടവൾ എന്നല്ലേ വിളിച്ചത്? ഇവരെ പോറ്റാൻ വയ്യേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മുഖം താങ്കളുടെ മനസ്സിൽ ഉണ്ടായിരുന്നോ? എനിക്ക് തെറ്റുപറ്റി ലക്ഷ്മി. മാപ്പ്. മാപ്പോ? ലക്ഷ്മി പുച്ഛത്തോടെ ചിരിച്ചു. വിശന്ന് കരഞ്ഞപ്പോൾ, അസുഖം വന്നു കിടന്നപ്പോൾ, സ്കൂളിൽ ഫീസടയ്ക്കാൻ വഴിയില്ലാതെ വിഷമിച്ചപ്പോൾ എവിടെയായിരുന്നു ഈ അച്ഛൻ? അന്നിവർ താങ്കൾക്ക് വെറും പാഴ്വസ്തുക്കളായിരുന്നു, മാലിന്യമായിരുന്നു. ആൺമക്കൾക്കു വേണ്ടി മാത്രം കൊതിച്ച മനസ്സായിരുന്നു താങ്കളുടേത്. ലക്ഷ്മി തന്റെ മക്കളെ ചൂണ്ടിക്കാണിച്ചു. നോക്ക്, തലയുയർത്തി നിൽക്കുന്ന ഈ പെൺകുട്ടികളെ നോക്ക്. ഇവർ വളർന്നത് താങ്കളുടെ തണലിലല്ല, എന്റെ ചോരയും നീരും നൽകിയാണ് ഞാനിവരെ വളർത്തിയത്. അന്നിവർക്ക് വിലയില്ലായിരുന്നു. ഇന്നിവർ വലുതായി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ആൺമക്കൾക്കു വേണ്ടാത്ത ഒരച്ഛനായി താങ്കൾ തിരിച്ചു വന്നിരിക്കുന്നു, അല്ലേ? ലക്ഷ്മി, എനിക്ക് വേറെ ആരുമില്ല. മാധവൻ കരഞ്ഞു. അതിന് ഞാനെന്തു വേണം? ലക്ഷ്മി ശബ്ദമുയർത്തി. ഭർത്താവെന്ന നിലയിൽ എന്നെ ഉപേക്ഷിച്ചതിന് എനിക്ക് ക്ഷമിക്കാം. അതിന് ഞാൻ കണക്ക് ചോദിക്കുന്നില്ല. പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങളെ പെണ്ണായിപ്പോയതിന്റെ പേരിൽ മാത്രം തല്ലിപ്പറഞ്ഞ, തെരുവിൽ ഉപേക്ഷിക്കാൻ മടിക്കാത്ത ഒരാളെ എനിക്ക് പൊറുക്കാൻ കഴിയില്ല. ആൺമക്കൾ കൈവിടുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സ്പെയർ ടയർ അല്ല പെൺമക്കൾ. അന്തരീക്ഷം നിശബ്ദമായി. മക്കൾ ശ്വാസമടക്കി പിടിച്ച് അമ്മയെ നോക്കി നിന്നു. ലക്ഷ്മി തുടർന്നു. ഇത് ലക്ഷ്മീശ്രീയാണ്. ഇവിടെ ആണുങ്ങളില്ലെന്ന് എന്റെ മകൾ പറഞ്ഞത് സത്യമാണ്. ഇവിടെ ആണുങ്ങളില്ല, പക്ഷേ ആണുങ്ങളെക്കാൾ കരുത്തുള്ള പെണ്ണുങ്ങളുണ്ട്. ആ കരുത്ത് ഞങ്ങൾക്ക് കിട്ടിയത് താങ്കൾ തന്ന കണ്ണീരിൽ നിന്നാണ്. ഈ വീട് പടുത്തുയർത്തിയത് എന്റെ വിയർപ്പുകൊണ്ടാണ്, താങ്കളുടെ ദാനമല്ല. ലക്ഷ്മി ഗേറ്റിന് നേരെ വിരൽ ചൂണ്ടി. ഒരു പഴയ ഓർമ്മയുടെ പേരിൽ ഒരു നേരത്തെ ആഹാരം ഞാൻ തന്നേക്കാം. പക്ഷേ ഈ വീട്ടിൽ ഒരിടം അത് പ്രതീക്ഷിക്കരുത്. അച്ചപ്പേരില്ലാത്ത എന്റെ മക്കൾക്ക് അവരെ തള്ളിപ്പറഞ്ഞ ഒരാളുടെ സാമീപ്യം പോലും അപമാനമാണ്. ഇറങ്ങിപ്പോകണം, ഇപ്പോൾ തന്നെ. ആ വാക്കുകൾ ഒരു വിധിന്യായം പോലെ അവിടെ മുഴങ്ങി. അത് വെറും ഒരു സ്ത്രീയുടെ വാക്കുകളായിരുന്നില്ല, കാലം കരുതിവെച്ച നീതിയുടെ ശബ്ദമായിരുന്നു. മാധവൻ തലകുനിച്ച് ഒരു വാക്കുപോലും ഉരിയാക്കാനാവാതെ തിരിഞ്ഞു നടന്നു. അയാളുടെ കാലടികൾക്ക് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. സന്ധ്യാസൂര്യന്റെ ചുവന്ന വെളിച്ചം അയാളുടെ തളർന്ന ശരീരത്തിൽ പതിച്ചു. അത് വെറുമൊരസ്തമയമായിരുന്നില്ല, മറിച്ച് ഒരു ജന്മം മുഴുവൻ തെറ്റായ വിശ്വാസങ്ങൾക്ക് പിറകെ പോയ ഒരു മനുഷ്യന്റെ അനിവാര്യമായ പതനത്തിന്റെ അന്ത്യമായിരുന്നു. ലക്ഷ്മിയുടെ വാക്കുകൾ അയാളുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. സ്വന്തം കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്ന സത്യം. ഗേറ്റിനു പുറത്തെ വഴിയിലെ പൊടിപടലങ്ങൾക്കിടയിലേക്ക് മാധവൻ മെല്ലെ മാഞ്ഞുപോയി. ലക്ഷ്മി ആ വലിയ ഇരുമ്പ് ഗേറ്റ് ശക്തിയായി വലിച്ചടച്ചു. ടപ്പേ എന്ന ശബ്ദം അവിടെ പ്രതിധ്വനിച്ചു. അതൊരടയ്ക്കൽ മാത്രമായിരുന്നില്ല, വേദന നിറഞ്ഞ ഭൂതകാലത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കലും ആത്മഭിമാനത്തിന്റെ കോട്ടവാതിൽ സുരക്ഷിതമാക്കലും കൂടിയായിരുന്നു. അമ്മയുടെ പിന്നിൽ നിശബ്ദരായി നിന്നിരുന്ന മക്കൾ ഓടിവന്ന് ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചു. അവരുടെ കണ്ണുകളിൽ നീർത്തിളക്കമുണ്ടായിരുന്നെങ്കിലും മുഖങ്ങളിൽ ആശ്വാസവും അഭിമാനവും നിറഞ്ഞു നിന്നിരുന്നു. അമ്മേ, അമ്മയാണ് ഞങ്ങളുടെ ഹീറോ, ഇളയ മകൾ പറഞ്ഞു. ലക്ഷ്മി അവരുടെ നെറുകെ ചുംബിച്ചു. ആ നിമിഷം ആ വീട്ടുമുറ്റത്ത് വീശിയ കാറ്റിനുപോലും സ്നേഹത്തിന്റെ കുളിർമയുണ്ടായിരുന്നു. ക്യാമറ സാവധാനം വീട്ടിന്റെ ഉമ്പ്രത്തേക്ക് നീങ്ങി. അവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന അച്യുതന്റെ ഫോട്ടോ. ആ കണ്ണുകളിൽ ഇപ്പോൾ കൂടുതൽ തെളിച്ചമുള്ളതുപോലെ തോന്നി. മകളുടെ വിജയം കണ്ട് ആ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിയുന്നതുപോലെ. തൊട്ടടുത്ത് ആ പഴയ തയ്യൽ മെഷീൻ ഒരു സ്മാരകം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. നിശബ്ദമാണെങ്കിലും അതിനു പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. കണ്ണീരിന്റെയും വിയർപ്പിന്റെയും ഒടുവിൽ നേടിയ വിജയത്തിന്റെയും കഥകൾ. ലക്ഷ്മീശ്രീ എന്ന വീട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്നു. പെൺകുട്ടികൾ ബാധ്യതയല്ല, ഐശ്വര്യമാണ്. തണലല്ല, തണൽ മരങ്ങളാണ് എന്ന വലിയ സത്യം
ആ ഗ്രാമത്തോട് വിളിച്ചു പറയുന്നകൊണ്ട് വരും തലമുറകൾക്ക് തോൽക്കാൻ മനസ്സില്ലാത്ത പെൺകരുത്തിന്റെ പാഠപുസ്തകമായി ആ വീട് അവിടെ തന്നെ നിലകൊണ്ടു.